നിന്നൊഴുകും രക്തം പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. കള്ളൻ ക്രൂശിൻ ഊരവയിൽ കണ്ടു പാപ ശാന്തി. അവനെപ്പോൽ ഞാനും ദോഷി കണ്ടൻ പ്രതിശാന്തി. അവനെപ്പോൽ ഞാനും ദോഷി കണ്ടൻ പ്രതിശാന്തി. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. കുഞ്ഞാട്ടിൻ വിലയേറിയ രുധിരത്തിൻ ശക്തി വീണ്ടുകൊള്ളും ദൈവസഭ ആകെ വിശേഷമായി. വീണ്ടുകൊള്ളും ദൈവസഭ ആകെ വിശേഷമായി. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2 ശമൂവേൽ 12:1. അനന്തരം യഹോവ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു. അനന്തരം യഹോവ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു. ദൈവത്തിന് സ്തോത്രം. ശമൂവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 11-ാം അധ്യായം ദാവീദിൻ്റെ ഡിക്ലൈൻ അധപ്പതനത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ 12-ാം അധ്യായം ദാവീദിൻ്റെ റിട്ടേൺ മടങ്ങിവരവിനെക്കുറിച്ചാണ് പറയുന്നത്. ആശ്വാസകരമാണത്, അത് ആശാവഹമാണ്. ഡിക്ലൈൻ ചെയ്തു പോയ ദൈവദാസൻ റിട്ടേൺ ചെയ്തു മടങ്ങി വന്നു. അധപ്പതിച്ചു പോയ ദൈവദാസൻ അവൻ ഉദ്ധാരണം പ്രാപിച്ചു, അവൻ സമുദ്ധരിക്കപ്പെട്ടു. വീണുപോയ ദൈവദാസൻ എഴുന്നേറ്റു. അപകടത്തിൽപ്പെട്ടുപോയ ദൈവവൈതൽ അപകടത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. പൈശാചികൻ്റെ കെണിയിൽപ്പെട്ടുപോയ ദൈവദാസൻ പൈശാചികൻ്റെ ഊരാക്കുരുക്കുകളിൽ നിന്ന് മോചനം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിനൊരു പോസിബിലിറ്റി ഉണ്ട്, രക്ഷപ്പെടാനൊരു സാധ്യതയുണ്ട്, ഇന്നുമുണ്ട്, എക്കാലത്തുമുണ്ട്. കാരണം യേശു എന്നും ജീവിക്കുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ.
ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി യേശു ജീവിക്കുന്നു. ദൈവവൈതലേ ഭയപ്പെടേണ്ട, ദൈവവൈതലേ നിരാശപ്പെടേണ്ട. മകനെ നീ തളരേണ്ട, നിനക്കിനിയും മടങ്ങി വരാം. ദാവീദിനെ പോലെ ഘോരപാപങ്ങൾ ചെയ്ത, എത്രയും ഹീനമായ ജീവിതം നയിച്ച ഒരാൾക്ക് മടങ്ങി വരാൻ ദൈവം തൻ്റെ പ്രവാചകനെ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ, നാഥ, നിന്റെ പ്രവാചകന്റെ നാവിൽ കൂടി എൻ്റെ മേൽ നിന്റെ വചനമൂതണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. കർത്താവേ, പ്രവാചകന്റെ നാവിൽ കൂടി ലഭിക്കുന്ന വചനം ദാവീദിന് സമുദ്ധാരണം നൽകിയതുപോലെ എൻ്റെ ദൈവമേ, ഈ പാവപ്പെട്ട ദൈവദാസന്റെ നാവിൽ കൂടി വരുന്ന വചനം മൂലം എനിക്ക് ജീവിതത്തിൽ ഒരു ഉദ്ധാനം ലഭിക്കണമേ, ജീവിതത്തിൽ ഒരു കരേറ്റം ലഭിക്കണമേ. എൻ്റെ മേലുള്ള ബാധകളും ഭീതികളും എൻ്റെ മേലുള്ള പൈശാചികമായ ബന്ധനങ്ങളും മാറി സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും വിശുദ്ധിയുടെയും ഒരു മടങ്ങി വരുവാനുള്ളതായ വഴികൾ നീ തുറക്കണമേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. നാം വായിച്ചത് അങ്ങനെയാണ്. അനന്തരം യഹോവ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സന്തോഷകരമായൊരു കാര്യമാണ് ദൈവം അന്വേഷിക്കുമ്പോൾ ദൈവം നിയോഗിക്കുന്നിടത്ത് പോകാൻ പ്രവാചകന്മാരുള്ളത്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം, കർത്താവേ, നിനക്ക് ഒരിടത്ത് അയക്കാൻ ഒരു ദൈവദാസന് നിനക്ക് വേണ്ടി വരുന്ന സമയത്ത് ഞാനിവിടെ ഒരാൾ അവൈലബിളാണ് കേട്ടോ, ഞാനുണ്ട് കേട്ടോ കർത്താവേ. ഞാൻ എന്നെ തന്നെ ത്യജിച്ച് എന്നെ തന്നെ താഴ്ത്തി നീ എന്നെ ആക്കുന്നിടത്ത് പോകാൻ കർത്താവേ, സ്വന്തം താല്പര്യങ്ങളും സ്വന്തം പരിപാടികളും മാറ്റിവെച്ച് എന്നെ എവിടെ അയച്ചാലും പോകാൻ നിനക്ക് വേണ്ടി നിൽക്കാൻ ഇവിടെ ഞാൻ ഒരാളുണ്ട് കേട്ടോ കർത്താവേ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഐ എം എവർ അവൈലബിൾ ടു മൈ ജീസസ്. ഞാൻ എന്നും യേശുവിന് അവൈലബിൾ ആയിരിക്കും. ഐ വുഡ് ബി എവർ അവൈലബിൾ ടു മൈ ജീസസ്. എൻ്റെ യേശുവിന് ഞാൻ എന്നും അവൈലബിൾ ആയിരിക്കും. എന്നെ യേശുവിന് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു കളിപ്പന്ത് തട്ടുന്നത് പോലെ തട്ടിക്കളിക്കാം. ഒരു ഭക്തൻ പറഞ്ഞതാണ് അങ്ങനെ, ആത്മനിറവുള്ളൊരു ദൈവദാസൻ പറഞ്ഞതാണ്. കർത്താവേ, ഒരു കളിപ്പന്ത് തട്ടുന്നത് പോലെ തട്ടിക്കളിച്ചുകൊള്ളൂ. അല്ല, ഈ പന്ത് കട്ടിൽ കീഴെ അവിടെ കിടന്നുകൊള്ളട്ടെ, വെളിയിൽ കാണണ്ട എന്നാണോ തീരുമാനിക്കുന്നത്? അവിടെ ഞാൻ കിടന്നുകൊള്ളാം. കളിപ്പന്ത് പോലെ നിന്റെ കയ്യിലേക്ക് ഞാനിതാ തരുന്നു. കളിക്കളത്തിൽ കുട്ടികളിട്ട് തട്ടുന്ന പന്ത് പോലെ അനേകരിട്ട് തട്ടിക്കൊള്ളട്ടെ കർത്താവേ, എനിക്ക് സമ്മതമാണ്. പാദാഘാതമേൽക്കാൻ എനിക്ക് മനസ്സാണ്. കുട്ടികളുടെ കാലിൻ്റെ ആഘാതമേറ്റ് തകരാനും തളരാനും എനിക്ക് മനസ്സാണ്. മുഷിയാനും ചീത്തയാകാനും എനിക്ക് മനസ്സാണ്. ആളുകൾ തട്ടിക്കളിച്ചു കൊള്ളട്ടെ, എന്നെ പരിഹസിച്ചു കൊള്ളട്ടെ, എന്നെ എറിഞ്ഞുകൊള്ളട്ടെ കർത്താവേ. എന്നെ എറിയുന്നതിൽ കൂടി അവർക്ക് രസം കിട്ടുന്നെങ്കിൽ കിട്ടിക്കൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നെ ആരും കാണാതെ ഒരു കട്ടിൽ കീഴെ ഒതുക്കി ഇടണമോ കർത്താവേ? അതാണോ നിന്റെ ഇഷ്ടം? സമ്മതം. ഏതായാലും സമ്മതം താൻ. പാട്ടുകാരൻ അങ്ങനെ പാടി, ഏതായാലും സമ്മതം താൻ. പ്രിയപ്പെട്ടവരെ, നാഥാൻ പ്രവാചകൻ ദൈവം അന്വേഷിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി എവിടെയും പോകാൻ തയ്യാറായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നാഥാൻ പ്രവാചകനെ കുറിച്ച് നാം വേറെയും കാണുന്നുണ്ട്. നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന നാഥാൻ പ്രവാചകൻ പിന്നെയും പല സ്ഥലങ്ങളിലും ഈ ബൈബിളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഇച്ഛ അനുസരിക്കുവാൻ വചനവുമായി കടന്നുപോയിട്ടുണ്ട് എന്ന്. പ്രവാചകന്മാരെല്ലാം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ വചനം അത് പ്രസ്താവിക്കുവാൻ, ഭയം കൂടാതെ പ്രസ്താവിക്കുവാൻ, ഭീതി കൂടാതെ പ്രസ്താവിക്കുവാൻ, ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ പ്രവാചകന്മാർ എക്കാലത്തും ദൈവത്തിന് തങ്ങളെ തന്നെ കൊടുത്തിട്ടുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. ഹിസ്കിയ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പണ്ട് യെശയ്യാ പ്രവാചകനെയും അയച്ചു. യെശയ്യാ പ്രവാചകൻ ഹിസ്കിയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. പറഞ്ഞതോ, നീ സൗഖ്യമാകുകയില്ല, നീ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല, നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യം വേഗം ക്രമത്തിലാക്കിക്കൊള്ളൂ. യെശയ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായം 1-ാം വാക്യവും രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യവും വായിക്കുമ്പോൾ കാണാം, സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ എന്ന് യെശയ്യാവ് എന്ന് പറയുന്നത്. പ്രവാചകൻ എന്ന് പറയുകയാണ്. ദൈവം കൽപ്പിച്ചതാണ് പ്രവാചകൻ പറയുന്നത്. പ്രവാചകന് സ്വന്തത്തിൽ നിന്ന് പറഞ്ഞാൽ പ്രവാചകന് കേടുപറ്റിപ്പോകും, പ്രവാചകൻ അവിശ്വസ്തനായി പോകും.
ദൈവം ഫലമേൽപ്പിക്കാത്തത് പ്രവാചകൻ പറഞ്ഞാൽ അത് ദൈവസന്നിധി അവിശ്വസ്തതയായി പോകും. ദൈവം ഫലമേൽപ്പിച്ചത് മുഴുവൻ പറഞ്ഞില്ലെങ്കിലും ദൈവസന്നിധിയിൽ പ്രവാചകൻ അവിശ്വസ്തനായി പോകും. സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നാണ് യെശയ്യാവ് എന്ന് പറഞ്ഞത്. പ്രവാചകൻ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. നാഥാൻ പ്രവാചകനെ ദൈവം അയച്ചു. എന്തിന്? ദൈവം ദാവീദിനെ സ്നേഹിക്കുന്നത് കൊണ്ട്. പ്രവാചകൻ പറഞ്ഞത് അല്പം കട്ടിയാണ്, പറഞ്ഞത് അല്പം വേദനാകരമാണ്. ഉള്ളം നീറിപ്പടരുന്നതും ഉള്ളം വിണ്ടു കീറുന്നതുമായ വാക്കുകളാണ് പ്രവാചകൻ പറഞ്ഞത്. എക്കാലത്തും അങ്ങനെയാണ് കേട്ടോ. യിരെമ്യാ പ്രവാചകൻ പണ്ട് പറഞ്ഞപ്പോൾ സിദ്ക്കിയ രാജാവിന് ദേഷ്യം വന്നു. രാജാവ് എന്ത് ചെയ്തു എന്നോ? യിരെമ്യാ 24-25 അധ്യായം വായിക്കുമ്പോൾ കാണാം. യിരെമ്യാ പ്രവാചകൻ ശക്തമായി രാജാവിൻ്റെ മുഖത്ത് നോക്കി ദൈവത്തിൻ്റെ അരുളപ്പാട് പറഞ്ഞപ്പോൾ സിദ്ക്കിയ രാജാവിന് ദേഷ്യം വന്നിട്ട് സിദ്ക്കിയ രാജാവ് യിരെമ്യാ പ്രവാചകനെ പടുകുഴിയിലേക്ക് തള്ളുവാൻ കൽപ്പന കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ആഹാരം കൊടുക്കാതെ യിരെമ്യാവിനെ കൽത്തുറുങ്കിലിടാൻ രാജാവ് കൽപ്പന കൊടുത്തു. യിരെമ്യാവ് പാവം ദൈവം പറഞ്ഞ വചനം പറഞ്ഞേ ഉള്ളൂ. അത് അധികാരവർഗത്തിന് ഇഷ്ടപ്പെട്ടില്ല, മേലാളന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ദൈവം പറഞ്ഞ വചനം, ദൈവം ഫലമേൽപ്പിച്ച വചനം വിശ്വസ്തയോടെ പ്രസ്താവിച്ചപ്പോൾ മേലാളന്മാർ അമർഷം പൂണ്ടു, അരിശം കൊണ്ടു. ദൈവത്തിന് സ്തോത്രം. എക്കാലത്തും അങ്ങനെയാണ്. സത്യം പറയുന്ന പ്രവാചകന്മാർ എതിർപ്പുകളെ നേരിടേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. സത്യം പറയുവാൻ വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എക്കാലത്തും അവർ അമർഷത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഭാഗ്യവശാൽ നാഥാൻ പ്രവാചകന് എതിർപ്പുണ്ടായില്ല. നാഥാൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ ദാവീദ് കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ നിന്നിറങ്ങി താഴെ ഇരുന്നു. ഭാഗ്യം. അതൊരു നല്ല ലക്ഷണമാണ്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ നാവിൽ കൂടി കേൾക്കുമ്പോൾ ഒന്ന് വിനയപ്പെടാനിടയായോ? രക്ഷപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നാം കൊതിക്കുക. കർത്താവേ, എന്നോടുള്ള നിൻ്റെ റീമ എന്ത് എന്ന് നിങ്ങൾ അന്വേഷിക്കുക. റീമായുണ്ട്, ലോഗോസ് ഉണ്ട്. ലോഗോസ് വചനമാണ്, റീമായും വചനമാണ്. എന്താണ് ലോഗോസ്? എന്താണ് റീമ? ലോഗോസ് എന്ന് പറയുന്നത് ഈ എഴുതപ്പെട്ടിരിക്കുന്ന വചനം, അത് സാർവത്രികമായും ജനറലൈസ് ചെയ്തും പറയുന്നതായ ദൈവത്തിൻ്റെ വചനം, എല്ലാവർക്കും വേണ്ടി പറയുന്നതായ ദൈവത്തിൻ്റെ വചനം. എന്നാൽ ഒരു പ്രത്യേക വ്യക്തിക്ക് ഒരു പ്രത്യേക കാര്യത്തിൽ ഒരു പ്രത്യേക സമയത്ത് ദൈവം കൊടുക്കുന്ന പ്രത്യേക വചനമാണ് റീമ. ദൈവത്തിന് സ്തോത്രം. റീമ, കർത്താവേ എന്നോടുള്ള റീമ നീ എനിക്ക് തരണമേ എന്നും പ്രാർത്ഥിക്കണം. എന്നോടുള്ള വ്യക്തിപരമായ മെസ്സേജ് നീ തരണമേ കർത്താവേ. നിന്റെ പ്രവാചകന്മാരുടെ നാവിൽ കൂടി എനിക്ക് വ്യക്തിപരമായ മെസ്സേജ് തരണമേ എന്ന് ദൈവമക്കൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി ദൈവമക്കൾ കൊതിക്കണം, ദൈവമക്കൾ ദാഹിക്കണം. കർത്താവേ, എന്നോടുള്ള വ്യക്തിഗതമായ നിന്റെ മെസ്സേജ്, എന്നെ അറിയിക്കുവാനുള്ള നിന്റെ വ്യക്തിപരമായ ദൂത് നീ എനിക്ക് തരണമേ എന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രമുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനത്തിൽ 4-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം സഭയിൽ ചില സ്ഥാനികളെ നിയമിച്ചാക്കിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലെ വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ തിരുവചനം അറിയിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവം അപ്പോസ്തലന്മാരെ നിയമിക്കുന്നു, പ്രവാചകന്മാരെ നിയമിക്കുന്നു, ഉപദേഷ്ടാക്കന്മാരെ നിയമിക്കുന്നു. ദൈവം തൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ മക്കളുടെ യഥാസ്ഥാനത്വത്തിന് വേണ്ടി, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിന് വേണ്ടി ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഓരോരുത്തരെയും ഓരോ തരത്തിൽ ഓരോ ശുശ്രൂഷയ്ക്കാക്കിയിരിക്കുകയാണ്. എല്ലാം സ്വർഗീയ നിയമനമാണ്, സ്വർഗീയ നിയമനമാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്വർഗത്തിൻ്റെ അപ്പോയിൻറ്റ്മെൻ്റാണ്, സ്വർഗീയ പിതാവിൻ്റെ നിയമനമാണ്. എന്താണ്? എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം മുതൽ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും
ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനും സഭയുടെ ആത്മീയ വർധനയ്ക്കും വേണ്ടി പ്രവാചകന്മാരെ നിയമിച്ചു, സുവിശേഷന്മാരെ നിയമിച്ചു, ഇടയന്മാരെ നിയമിച്ചു, അപ്പോസ്തലന്മാരെ നിയമിച്ചു. ദൈവത്തിന് സ്തോത്രം. എക്കാലത്തും ദൈവം പ്രവാചകന്മാരെ നിയമിക്കാറുണ്ട്. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ അപ്പോസ്തലൻ പറയും, എന്താണ് പറയുന്നത്? പ്രവചനവരം വാഞ്ചിപ്പീൻ എന്ന്. പ്രവചനവരം വാഞ്ചിപ്പീൻ. 14 അധ്യായം 1 വാക്യം. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്ന വചനം പറയുന്ന പ്രവചനവരം, അതിനുവേണ്ടി വാഞ്ചിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഒരല്പം ഉയർന്ന നിലവാരത്തിലേക്കും ഉയർന്ന തലത്തിലേക്കും നിങ്ങളെ ഇന്ന് ഉയർത്തിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കണം, കർത്താവേ, ഈ തലമുറയിലെ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവാചകനായി എനിക്ക് എഴുന്നേൽക്കണം. ഈ തലമുറയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവാചകനായി എനിക്ക് നിൽക്കണം. ഈ തലമുറയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നാവിൽ വരച്ചു കിട്ടിയ പ്രവാചകനായി ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ പോയി ദൈവത്തിൽ നിന്ന് വചനം പ്രാപിച്ചു കൊണ്ടുവന്ന് ജനത്തിന് വചനം വിശ്വസ്തയോട് കൊടുക്കുന്ന ഒരു വിശ്വസ്തനും വിശുദ്ധനുമായ പ്രവാചകനായി എനിക്ക് ഈ തലമുറയിൽ നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം 4 പ്രവാചകനെ അയച്ചു. ഒരു ദൈവവൈതൽ തളരുമ്പോൾ, ഒരു ദൈവവൈതൽ തകരുമ്പോൾ, ഒരു ദൈവവൈതൽ വീഴുമ്പോൾ, ഒരു ദൈവവൈതൽ വഴിതെറ്റിപ്പോകുമ്പോൾ അവിടെ തക്ക സമയത്ത് വചനവുമായി വരാൻ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. വചനവുമായി അവിടെ തക്ക സമയത്ത് എന്ന് തർജ്ജനം ചെയ്യേണ്ടടുത്ത് തർജ്ജനം ചെയ്യാൻ, ശാസിക്കേണ്ടടുത്ത് ശാസിക്കാൻ, ശിക്ഷണം കൊടുക്കേണ്ടടുത്ത് ശിക്ഷണം കൊടുക്കുവാൻ, ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിപ്പാൻ, മധുരമായും സൗമ്യമായും ഇടപെട്ട് പയ്യെ പൊക്കിയെടുക്കേണ്ടടുത്ത് കേടുകൂടാതെ പൊക്കിയെടുക്കാൻ ദൈവം പ്രവാചകന്മാരെ നിയമിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വഴികൾ എത്ര മനോഹരം. പ്രിയപ്പെട്ടവരെ, ആത്മലോകം എന്ത് സുന്ദരം, ആത്മലോകം എന്ത് മധുരം, ആത്മലോകം എത്ര ശ്രേഷ്ഠം, ആത്മാവിൻ്റെ വഴികൾ എത്ര അനുഗ്രഹകരം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വഴിയോടും പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങളോടും ചേർന്ന് വരുവീൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യഹോവ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു. റിട്ടേൺ, സെലക്ഷൻ, ഡിസിഷൻ, ഡിക്ലൈൻ, റിട്ടേൺ. മടങ്ങി വരാൻ പോവുകയാണ്. ഇന്ന് സ്നേഹിതരെ, നിങ്ങൾക്ക് ആർക്കെല്ലാം മടങ്ങി വരാൻ താല്പര്യമുണ്ട്? ആർക്കെല്ലാം തിരികെ വരാൻ താല്പര്യമുണ്ട്? യഥാസ്ഥാനപ്പെടാൻ ആർക്കെല്ലാം താല്പര്യമുണ്ട്? ശരിയായ സ്ഥാനത്തിരുന്ന ആള്, ആ സ്ഥാനത്ത് നിന്ന് മാറിപ്പോയ ആള് ശരിയായ സ്ഥാനത്തേക്ക് മടക്കി വരുത്തുന്നതാണ് യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുന്നത്. യഥാസ്ഥാനം, ദൈവം തന്ന പദവിയുടെ സ്ഥാനത്ത് നിന്ന് ഊർന്നിറങ്ങിപ്പോയി വിട്ടുപോയ മനുഷ്യനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം പ്രയത്നിക്കുകയാണ്, ദൈവം അധ്വാനിക്കുകയാണ്. സഹോദരികളെ, നിങ്ങൾക്ക് ആശയുണ്ടോ യഥാസ്ഥാനപ്പെടാൻ? കർത്താവേ, നീ തന്ന പദവിയെല്ലാം കളഞ്ഞു കുളിച്ചു. നീ നാവിൽ വചനം തന്നതായിരുന്നു, നാവിന് മധുരം തന്നതായിരുന്നു, ഒരു വാക്ക് പറയുമ്പോൾ അനേകരുടെ ഉള്ളം കുളിർത്തതായിരുന്നു. കർത്താവേ, ഞാനൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ തീ ഇറങ്ങിയതായിരുന്നു. കർത്താവേ, ഞാനൊന്ന് സ്തുതിക്കുമ്പോൾ ആത്മാവ് ചലിച്ചതായിരുന്നു. ഇന്നെല്ലാം നിർജീവമായല്ലോ കർത്താവേ, ഇന്നെല്ലാം മരവിച്ചു പോയല്ലോ, എല്ലാം തകർന്നു പോയല്ലോ, ഇന്ന് ആത്മവീര്യം കെട്ടുപോയല്ലോ, ഇന്ന് ബലശാലി ചെമ്പുചങ്ങലയിൽ കുടുങ്ങി ദാഗോന്റെ ക്ഷേത്രത്തിൽ ബന്ധിക്കപ്പെട്ടു പോയല്ലോ. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ചില ബലശാലികൾ, ഇന്ന് ചില വീരപുരുഷന്മാർ ദലീലായുടെ മടിയിൽ ഉറങ്ങിക്കിടക്കുന്നല്ലോ. കരുണയുള്ള കർത്താവേ, ഇന്ന് ചില പ്രവാചകന്മാർ കിഴക്കോട്ട് പോകുവാൻ കൽപ്പന പുറപ്പെട്ടപ്പോൾ പടിഞ്ഞാറോട്ട് തർശീസിലേക്കുള്ള കപ്പലിൽ കയറി കൂലി കൊടുത്ത് കപ്പലിൽ യാത്ര ചെയ്യുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇന്ന് പ്രവാചകന്മാർ ചിലര് ആ സമയത്ത് ഉറങ്ങിക്കിടക്കുന്നല്ലോ. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവജനമേ, ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഉണരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണർത്താൻ യേശുവുണ്ട്. ഉണരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഉണർത്താൻ ദൈവത്തിന്റെ വചനമുണ്ട്. ഉണർന്നു വരുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യഥാസ്ഥാനപ്പെടുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ?
നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കുവാനും നിങ്ങളുടെ ഗമനം സ്ഥിരമാക്കി തരുവാനും നിങ്ങളുടെ വായിൽ പുതിയ ഒരു പാട്ട് തരുവാനും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആനന്ദ ധൈര്യം കൊണ്ട് അഭിഷേകം തരുവാനും സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് മനസ്സാണ് എന്ന് നിങ്ങളെ അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഒരു കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ കൊതിക്കണമെന്ന് ഞാൻ പിന്നെയും പറയും. കർത്താവെ, ആനന്ദ തൈലം കൊണ്ടുള്ളൊരു അഭിഷേകം, നിരാശ പൂണ്ട എൻ്റെ തലയിൽ ആനന്ദ തൈലം കൊണ്ടൊരു അഭിഷേകം തരണം കർത്താവെ. എൻ്റെ തളർന്നുപോയ ജീവിതത്തിൽ ആനന്ദ തൈലം കൊണ്ടൊരു അഭിഷേകം തരണം കർത്താവെ. എൻ്റെ ഉടഞ്ഞുപോയ ജീവിതത്തിൽ കർത്താവെ ആനന്ദ തൈലം കൊണ്ടൊരു അഭിഷേകം തരണം കർത്താവെ. കയ്പായി പോയ ജീവിതത്തിൽ മധുരത്തിൻ്റെ അത്ഭുതകരമായ സൗന്ദര്യവും സൗഭാഗ്യവും സമ്പത്തും എനിക്ക് തരണം കർത്താവെ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആഗ്രഹിക്കൂ പ്രിയപ്പെട്ടവരെ. നാം വായിക്കുന്ന എന്താണ്? യഹോവ നാഥാനെ ദാവീദിന്റെ അടുക്കൽ അയച്ചു. നാഥാൻ പ്രവാചകൻ ദൈവത്തിന്റെ വചനമനുസരിച്ച് ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ദാവീദോ കഴിഞ്ഞ 10 മാസങ്ങളായി ഒരു പാവബോധമില്ലാതിരിക്കുകയാണ്. അതെന്താണ് അങ്ങനെ വന്നത്? ഈ ദാവീദ് ദൈവത്തിൻ്റെ വ്രതനല്ലേ? ദാവീദ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കിട്ടിയ ദൈവദാസനല്ലേ? കുറ്റബോധം കിട്ടാത്തത് എന്താണ്? പ്രിയപ്പെട്ടവരെ, അതിനുള്ള മറുപടി കോരിന്ത്യർക്കുള്ള ലേഖനത്തിൽ കാണാം. കോരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. മനസ്സ് കുരുടാക്കുന്നൊരു പിശാചുണ്ട്, സുബോധം നഷ്ടപ്പെടുത്തുന്ന ഒരു പിശാചുണ്ട്. സുബോധം കളയും പിശാച്. നമ്മുടെ ബുദ്ധി നശിപ്പിക്കും, നമ്മുടെ ഓർമ്മ നശിപ്പിക്കും. പാപബോധം കിട്ടാതെ മനസ്സ് മരവിച്ചു പോകും, മനസ്സ് കടുത്തു പോകും, മനസ്സ് മടുത്തു പോകും, മനസ്സ് തഴമ്പിച്ചു പോകും. ഹൃദയം തഴമ്പിച്ച അനുഭവത്തിൽ എത്ര കീറിയാലും കീറുന്നുണ്ട്, പക്ഷെ വേദനിക്കുന്നില്ല. അങ്ങനെയല്ലേ? ഇതാ നമ്മുടെ കയ്യിൽ ഒരു സൂചി കൊണ്ടൊന്ന് കുത്തു, അയ്യോ കൈ പെട്ടെന്ന് വലിക്കും. എന്താ കാരണം? വേദന സെൻസിറ്റീവാണ്. ആ വേദന സൂചിക്ക് സെൻസിറ്റീവാണ്, വേദനിച്ചു. എന്നാൽ ചേരുടെ കയ്യിൽ കുത്തിയാൽ വേദനിക്കില്ല. കുഷ്ഠരോഗം വളരെ വർദ്ധിച്ച ഒരാളുടെ കയ്യിൽ സൂചി കൊണ്ട് കുത്തിയാൽ ഒരു വേദനയുമില്ല. കത്തി കൊണ്ട് വരഞ്ഞാലോ വരയും മുറിയും, പക്ഷെ ഒരു വേദനയുമില്ല. പ്രിയപ്പെട്ടവരെ, ബ്ലേഡ് കൊണ്ട് മുറിക്കുകയാണ്, ഒരു കുഴപ്പവുമില്ല. എന്താണ് കാരണം? അവിടം രോഗഗ്രസ്തമായി പോയി, അവിടം മരവിച്ചു പോയി. അനേകരുടെ മനസ്സാക്ഷി മരവിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അനേകരുടെ ഹൃദയം തഴമ്പിച്ചു പോയിരിക്കുകയാണ്. പാപബോധമില്ല, കുറ്റബോധമില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പരിശുദ്ധാത്മാവേ വരണമേ, എനിക്ക് പാപബോധം തരണമേ, എൻ്റെ കല്ലിച്ചുപോയ ഹൃദയത്തെ ഉരുക്കണമേ കർത്താവേ. കല്ലിച്ചുപോയ ഹൃദയം, മരവിച്ചുപോയ ഹൃദയം, തഴമ്പിച്ചുപോയ ഹൃദയം ഉരുക്കിയെടുക്കണമേ കർത്താവേ. എനിക്കൊരു ചലനം തരണമേ, എനിക്കൊരു ചലനം തരണമേ എൻ്റെ ജീവിതത്തിൽ കർത്താവേ. നീ എന്നെ തകർക്കണമേ, തകർന്നതും നുറുകിയതുമായ ഹൃദയം തരണമേ. പിൽക്കാലത്ത് ദാവീദ് അങ്ങനെ പറഞ്ഞു, യഹോവേ തകർന്നതും നുറുകിയതുമായ ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുന്നില്ലല്ലോ. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പിൽക്കാലത്ത് പറഞ്ഞു, തകർന്നു നുറുകിയതുമായ ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല എന്ന്. അരിഷ്ടനും മനസ്സ് തകർന്നവരും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നതിനായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന് യെശയ്യാവ് 66-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയും. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നതിനായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നുവെന്ന് ദാവീദ് തന്നെ 34-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സ്നേഹിതരെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തകരുന്നുണ്ടോ? കർത്താവേ, ഒരു തകർന്ന ഹൃദയം, ഒരു എളിമയുള്ള ഹൃദയം, ഒരു താഴ്മയുള്ള ഹൃദയം കർത്താവേ, എൻ്റെ ഉള്ളത്തെ നീ ഒന്ന് തകർത്ത് തരണമേ. കുറ്റബോധം തരണമേ, പാപബോധം തരണമേ കർത്താവേ. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേലിൻ്റെ മധുരഗായകനായ യഹോവയുടെ ദീർഘദർശിയായ ദൈവത്തിൻ്റെ വ്രതനായ ദാവീദിൻ്റെ ഹൃദയം തകരാതിരുന്നപ്പോൾ, കുറ്റബോധമില്ലാതിരുന്നപ്പോൾ, പാപബോധമില്ലാതിരുന്നപ്പോൾ നാഥാൻ പ്രവാചകനെ അയച്ച് പാപബോധം കൊടുത്ത ദൈവമേ, നീ ഇന്നും ജീവിക്കുന്നുണ്ടല്ലോ. എനിക്കൊരു പാപബോധം തരണമേ, എനിക്കൊരു വിനയം തരണമേ, എനിക്കൊരു എളിമ തരണമേ, എന്നെ തകർക്കണമേ. തകർന്ന ഹൃദയത്തോടെ ഞാനിതാ വരുന്നു. എന്നെ നീ ഒന്ന് തലോടണമേ, എൻ്റെ മേൽ നിന്റെ കരം ഒന്ന് വെക്കണമേ. എൻ്റെ പാവാവസ്ഥ കാണാൻ എനിക്കൊരു വെളിവ് തരണമേ. എൻ്റെ ഉള്ളം കാണാൻ എനിക്കൊരു ഹൃദയത്തിൻ്റെ ഒരു സുബോധം തരണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ എനിക്കിപ്പോൾ ഒരു വെളിവ് തരണമേ കർത്താവേ. നിങ്ങൾ പ്രാർത്ഥിപ്പീൻ ദൈവജനമേ, തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുവീൻ. ദാവീദിനെ തിരിച്ചു വരുത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നു.
വീണുപോയ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം എന്നും ജീവിക്കുന്നു. വഴിതെറ്റിപ്പോയവരെ നേർവഴിക്കാക്കുന്ന ദൈവം എന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ വീണുപോയവരെ എഴുന്നേൽപ്പിച്ച് യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം എന്നും ജീവിക്കുന്നു. യേശുവിന്റെ സ്നേഹം പ്രവാചകന്റെ നാവിൽ കൂടി നിങ്ങളുടെ അരികത്തേക്ക് എത്തി വരുന്ന സമയത്ത് ഓരോരുത്തരും ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ കൊടുത്തുകൊണ്ട് ദൈവത്തോട് വാക്ക് പറയുവീൻ. നാഥാ, ഇന്ന് വരെയുള്ള ജീവിതം പാഴായി പോയെങ്കിലും എന്നെ സ്നേഹിച്ച് എന്നെ രക്ഷിപ്പാൻ വന്നിരിക്കുന്ന അവിടുത്തെ സ്നേഹത്തെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് എന്നെ തന്നെ നിനക്ക് തരുന്നു. വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും വെട്ടിക്കളയും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി എനിക്ക് പകരം തരണമേ. കഴിഞ്ഞുപോയ പാഴായി പോയ കാലങ്ങൾക്ക് വേണ്ടി പുതിയ കാലം എനിക്ക് മടക്കി തരണമേ. എന്നെ തിരിച്ചു വരുത്തണമേ. എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ. പുതിയ തീരുമാനങ്ങൾ എടുക്കുവീൻ. ദൈവത്തോട് വാക്ക് പറയുവീൻ. യേശുവേ, നിന്റെ തിരുരക്തത്തിന് ശക്തിയാൽ ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. നിങ്ങൾ തീരുമാനമെടുക്കുവീൻ. ദൈവത്തോട് വാക്ക് പറയുവീൻ. ഹൃദയം സമർപ്പിപ്പീൻ. തകർന്ന ഹൃദയത്തോട് ദൈവ കരുണയ്ക്ക് വേണ്ടി യാചിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, സ്നേഹം നിറഞ്ഞ പിതാവേ, ഈ അതിമനോഹരമായ സമയത്തിനായി സ്തോത്രം. ജീവന്റെ അരുളപ്പാടുകൾക്കായി സ്തോത്രം. സ്നേഹത്തിന്റെ ദൂതനായി സ്തോത്രം. മടക്കി വരുന്ന കൃപയ്ക്കായി സ്തോത്രം. തിരികെ കൊണ്ടുവരുന്ന വാത്സല്യത്തിനായി സ്തോത്രം. വീണവരെ എഴുന്നേൽപ്പിക്കുന്ന അത്ഭുത കരുണയ്ക്കായി സ്തോത്രം. വഴിതെറ്റിപ്പോയവരെ നേർവഴിക്കാക്കുന്ന സ്വർഗീയ കൃപയ്ക്കായി സ്തോത്രം. നാഥ, ഇന്നെല്ലാവരെയും തൊടണമേ. എല്ലാവരെയും തലോടണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഭാരത്തോടിരിക്കുന്നവരുണ്ടല്ലോ, ആകുലങ്ങളോടുകൂടി ഇരിക്കുന്നവരുണ്ടല്ലോ, ആവലാതി കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, മനസ്സ് നൊമ്പരപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ, നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ, കല്ലിച്ച ഹൃദയത്തോടുകൂടി ഇരിക്കുന്നവരുണ്ടല്ലോ, എല്ലാവരെയും എൻ്റെ യേശുവിൻ്റെ കരം തൊടണമേ. യേശുവിൻ്റെ കരം തലോടണമേ. ആണിപ്പാടുള്ള കരം തലോടണമേ. കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബ സമാധാനം നൽകണമേ. കുടുംബത്തിൽ ശാന്തി ഏകണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. സ്വർഗീയ നിത്യജീവന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.